7 നവജാത ശിശുക്കളുടെ മരണത്തിനിടയാക്കിയ ന്യൂഡൽഹിയിലെ ആശുപത്രിയിലുണ്ടായ തീപിടുത്തം ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. ആശുപത്രിയിലുണ്ടായ ഒരു അപകടം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയുന്നതല്ല ഉണ്ടായത്. അപകടം നടന്ന ആശുപത്രിക്ക് NOC ഇല്ലായിരുന്നു എന്നതും ഗൗരവമുള്ള കാര്യമാണ്. സംഭവത്തിൽ ഡൽഹി സർക്കാർ ആരോഗ്യ സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി സൗരഭ് ഭരദ്വാജ് വ്യക്തമാക്കുകയും ചെയ്തു. എന്താണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് ആശുപത്രി എത്തിച്ചത്? ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാഞ്ഞിട്ടോ അതോ ശ്രദ്ധക്കുറവോ മൂലമോ? ആശുപത്രികളിൽ NOC എത്ര പ്രധാനപ്പെട്ടതാണ്? പരിശോധിക്കാം വളരെ വിശദമായി. ഈസ്റ്റ് ഡൽഹിയിലെ വിവേക് വിഹാറിലെ കുട്ടികളുടെ ആശുപത്രിയിൽ ശനിയാഴ്ച രാത്രി 11:30 നാടിനെ നടുക്കിയ അപകടം ഉണ്ടായത്. തീപിടുത്തത്തിൽ 7 നവജാത ശിശുക്കളാണ് തീയിൽപ്പെട്ട് മരിച്ചത്. ഒരു കുഞ്ഞടക്കം 6 പേർ വെന്റിലേറ്ററിൽ ചികിത്സയിലുമാണ്. ഓക്സിജൻ സിലിണ്ടറിന് പൊട്ടിത്തെറിച്ചതാണ് അപകട കാരണമെന്നതാണ് പ്രാഥമിക നിഗമനം. അപകടം നടക്കുന്ന സമയത്ത് 12 നവജാത ശിശുക്കളാണ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നതെന്നും ഇതിൽ 5 കുട്ടികളെ രക്ഷപ്പെടുത്തിയെന്നുമാണ് റിപ്പോർട്ടുകൾ. പോലീസ് കേസെടുത്ത് അശ്രദ്ധ മൂലം സംഭവിച്ച മരണങ്ങളെന്നാണ് FIR രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും സംഭവത്തിൽ പ്രതികരിച്ചിരുന്നു. കുട്ടികൾ മരിച്ച സംഭവം ഹൃദയഭേദകമാണെന്നായിരുന്നു കേജ്രിവാളിന്റെ പ്രതികരണം. തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. വീഴ്ചയ്ക്ക് ഉത്തരവാദികളായവരെ വെറുതെ വിടില്ലെന്നും അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കി. ആശുപത്രികളിൽ NOCകൾ എത്ര പ്രധാനപ്പെട്ടതാണ്? NOC അഥവാ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എന്നത് ഒരു സ്ഥാപനത്തിന് പ്രവർത്തിക്കാൻ അനുമതി കൊടുത്തുകൊണ്ടുള്ള സർക്കാർ രേഖയാണ്. അതായത് ഒരു വ്യക്തിയോ സ്ഥാപനമോ പിന്തുടരുന്ന ഒരു സ്ഥാപനത്തോട് എതിർപ്പില്ലെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിന് സർക്കാർ അധികാരം നൽകുന്ന നിയമപരമായ രേഖ. തൊഴിൽ, വിദ്യാഭ്യാസം, കുടിയേറ്റം, യാത്ര, ബിസിനസ് എന്നിവയുൾപ്പെടെ എല്ലാ സന്ദർഭങ്ങളിലും NOCകൾ അത്യന്താപേക്ഷിതമാണ്. വെറും നിസ്സാരമായി ഒരു കുട്ടി മറ്റൊരു സ്കൂളിലേക്കോ സർവകലാശാലയിലേക്കോ മാറാൻ ആഗ്രഹിക്കുമ്പോൾ, പ്രത്യേകിച്ച് മറ്റൊരു സംസ്ഥാനത്തിലേക്കോ രാജ്യത്തിലേക്കോ മാറുകയാണെങ്കിൽ വിദ്യാഭ്യാസ NOCകൾ അവിടെ വളരെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ NOCകൾ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഏതൊരു സ്ഥാപനത്തിനും നിലനിൽപ്പ് ബുദ്ധിമുട്ടും അംഗീകാരമില്ലാത്തതുമാണ്. ഈ ദാരുണ സംഭവം ഡൽഹിയിലാണ് നടന്നതെങ്കിൽ സമാനമായ സംഭവം കഴിഞ്ഞ ദിവസം ഗുജറാത്തിലുണ്ടായി. ഗുജറാത്തിലെ രാജ്കോട്ടിൽ ഗെയിമിംഗ് സെന്ററിലുണ്ടായ തീപിടുത്തത്തിൽ 25 പേരാണ് മരിച്ചത്. ഇതിൽ 12 പേർ കുട്ടികളാണെന്നാണ് റിപ്പോർട്ടുകൾ. TRP ഗെയിം സോണിലാണ് അപകടമുണ്ടായത്. AC-യിൽ പൊട്ടിത്തെറി ഉണ്ടായതാണ് അപകടത്തിന് കാരണമെന്നാണ് സൂചന. താൽക്കാലികമായി നിർമ്മിച്ച ഗെയിമിംഗ് സെന്ററിലാണ് അപകടം നടന്നത്. ഇതിന്റെ ഉടമയ്ക്കെതിരെ കേസ് എടുത്തിട്ടുമുണ്ട്. മൃതദേഹങ്ങൾ തിരിച്ചറിയാനാകാത്ത വിധം കത്തിക്കരിഞ്ഞതിനാൽ DNA പരിശോധന വേണ്ടി വന്നേക്കുമെന്ന് രാജ്കോട്ട് പോലീസ് കമ്മീഷണർ രാജു ഭാർഗവ പറഞ്ഞു. എന്നാൽ ഇത്തരം അപകടങ്ങൾക്കുള്ള യഥാർത്ഥ കാരണം എന്താണ്? ലൈസൻസും അംഗീകാരവും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഇതുപോലുള്ള സ്ഥാപനങ്ങളാണ് അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ, പ്രസക്തമായ ഒരു അതോറിറ്റിയിൽ നിന്നോ ഓർഗനൈസേഷനിൽ നിന്നോ എതിർപ്പില്ലാത്തതിന്റെ തെളിവായി കണക്കാക്കുന്ന സുപ്രധാന നിയമരേഖയാണ് NOCകൾ. നിങ്ങൾക്കൊരു NOC ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ സന്ദർഭത്തിനും അധികാര പരിധിക്കുമുള്ള നിർദ്ദിഷ്ട ആവശ്യകതകൾക്കും നടപടിക്രമങ്ങൾക്കും മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്.